നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മനോരമയുടെ ഓൺലൈൻ ന്യൂസിലൊക്കെ കൂടുതൽ ആൾക്കാർക്കും ഡൗട്ട് തോന്നിയിട്ടുള്ളതും ഒരുപാട് ക്വയറി റിലേറ്റഡ് ആയിട്ട് വരുന്നതുമായ ഒരു ന്യൂസ് ഉണ്ട്. ഗൾഫിലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പുതിയ പ്രതിസന്ധി, മലയാളി നേഴ്സുമാർ പ്രതിസന്ധിയിൽ തുടങ്ങിയ ഒരു ഹെഡിങ് ആണ് അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നേരത്തെ നമുക്ക് ഡാറ്റ ഫ്ലോയും കോൺട്രാബേ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഏജൻസികളായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കോൺട്രാബേ അങ്ങനെ ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും ഡാറ്റ ഫ്ലോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ കുവൈറ്റിലേക്ക് ആദ്യം ഡാറ്റ ഫ്ലോ ആയിരുന്നു കുവൈറ്റിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കോൺട്രാബേ വന്നു. കോൺട്രാബേ വന്നിട്ട് പിന്നെ കുവൈറ്റ് മിനിസ്ട്രിയും കോൺട്രാബേയും തമ്മിൽ എന്തോ ഇഷ്യൂ ആയിട്ട് പിന്നെ കോൺട്രാബേ അവർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കുവൈറ്റിൽ നമുക്ക് ജോലി അന്വേഷിക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രോമെട്രിക് എക്സാം എഴുതി പാസ്സായതിനു ശേഷം കുവൈറ്റിലെ ജോലി അന്വേഷിക്കുമ്പം അവിടെയുള്ള ഫെസിലിറ്റി, നമ്മളെ ഹയർ ചെയ്യുന്ന ഫെസിലിറ്റിയാണ് നമ്മളോട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണം എന്ന് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റി പറയുന്ന അനുസരിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് ആ അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകളായിരുന്നു നമ്മൾ ഫെസിലിറ്റിക്ക് കൊടുത്തു കഴിയുമ്പം അവരായിരുന്നു നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ കോൺട്രാബേ ഓൾറെഡി ഒന്ന് ചെയ്യുകയും പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുകയും മിനിസ്ട്രീൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഇൻഫർമേഷൻ പോയിട്ട് കോൺട്രാബേ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള കൗൺസിലുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെയുള്ള എല്ലാ കൗൺസിലുകളിലും വെരിഫിക്കേഷന് ചെല്ലുമ്പം ഓൾറെഡി കോൺട്രാബേ ആയിട്ടുള്ള കരാറ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ പോയതുകൊണ്ടും പുതിയതായിട്ട് കോൺട്രാബേ ആയിട്ട് കരാറ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണോ അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. എനിവേ അതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുവൈറ്റിൻ്റെ പ്രോസസ്സിങ്ങിന് കുവൈറ്റിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള കുട്ടികൾക്കാണ് ആ ഒരു ഇഷ്യൂ ഉള്ളൂ. ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് നഴ്സിംഗ് മന്ത്രാലയത്തിൽ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇപ്പോൾ ഈ ലൈസൻസിങ്ങിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് പ്രോബ്ലം ഉണ്ടോ, ഇനി ഞങ്ങൾക്ക് വെരിഫിക്കേഷന് പോകേണ്ട വരുമോ എന്ന്. ഇത് കുവൈറ്റിലേക്ക് മാത്രമാണ് ഇതിന് ഈ ഒരു കോൺട്രാബേ ആയിട്ടുള്ള കരാറിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും കോൺട്രാബേയും ചെയ്യാം, ഡാറ്റ ഫ്ലോയും ചെയ്യാം. സോ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഫ്ലോയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസിറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അപ്പം കുവൈറ്റിലേക്ക് മാത്രമാണ് ആ ഇഷ്യൂ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. കുവൈറ്റിലേക്ക് ചെയ്യുന്ന കുട്ടികൾ ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏത് കൗൺസിലാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഏത് കൗൺസിലാണോ ആ കൗൺസിലൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കോൺട്രാബേൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ആ പ്രോസസ്സിങ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ ഇല്ലാണ്ട് കുവൈറ്റിലെ പ്രോസസ്സിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള UAE, DHA, MOH, ഹാദ്, സൗദി, ഖത്തർ, ബഹ്റിന്, ഒമാന് തുടങ്ങിയ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡാറ്റ ഫ്ലോ ആണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് കോൺട്രാബേ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺട്രാബേ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നടക്കുന്ന ഡാറ്റ ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ കോൺട്രാബേ ചെയ്യേണ്ട ആവശ്യത വരുന്നില്ല. അപ്പം ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് മന്ത്രാലയം വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ ഒരു കോൺട്രാബേൻ്റെ പ്രോസസ്സിങ് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ ഉള്ള ഡാറ്റ ഫ്ലോ വാലിഡ് ആണോ, ഓൾറെഡി ചെയ്തേക്കുന്ന ഈ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡാറ്റ ഫ്ലോ ആണ് ചെയ്തേക്കുന്നത്, അത് വാലിഡ് അല്ലാണ്ടായി മാറുമോ, ഡാറ്റ ഫ്ലോയ്ക്ക് ഇനി അതിന് മുന്നോട്ടേക്ക് വാലിഡിറ്റി ഇല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തേക്കുന്ന നിങ്ങളുടെ വെരിഫിക്കേഷൻ, അത് ഡാറ്റ ഫ്ലോ ആയിക്കോട്ടെ, ആ ഡാറ്റ ഫ്ലോയിൻ്റെ വെരിഫിക്കേഷൻ അത് നിങ്ങൾക്ക് വാലിഡാണ് ലൈഫ് ലോങ്. അത് നിങ്ങൾ ഒരിക്കലും കോൺട്രാബേയിൽ മാറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കുവൈറ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഡാറ്റ ഫ്ലോ തന്നെ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. കുവൈറ്റിൽ മാത്രമാണ് കോൺട്രാബേൻ്റെ ഇഷ്യൂ ഉള്ളൂ. കുവൈറ്റിൽ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ബാക്കിയുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല, ആരും പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ജോലി ഒന്ന് റിസൈൻ ചെയ്യാണ്ട് ആ ജോലിയിൽ തന്നെ മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.